പണ്ടൊക്കെ ചക്കയുടെ സീസൺ ആയാൽ പിന്നെ ചക്ക കൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് പക്ഷേ അതൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇവിടെ ചക്ക വെച്ച് ഒരു ദോശ ഉണ്ടാക്കിയാലോ. പച്ച ചക്ക കൊണ്ട് എത്ര പേര് ദോശ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, നമ്മൾ ഓരോ സീസണിലും കിട്ടുന്ന നമ്മുടെ ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ നമ്മളിടയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പച്ചച്ചക്ക വെച്ചാണ് ഇവിടെ ദോശയും പിന്നെ പച്ചമാങ്ങ വെച്ച് ഇതിന് ചട്നിയും നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് പച്ചരി തലേ ദിവസം കുതിർത്ത് വെച്ചതാണിത്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചച്ചക്കയാണ്. പച്ചച്ചക്ക ഞാൻ ഇതുപോലെ ചെറുതായി അധികം ചെറുതായൊന്നും അരിയണ്ട, ഇതുപോലെ അരിഞ്ഞ് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിലാണ് കേട്ടോ ഞാൻ 2 കപ്പ് പച്ചരി അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. 2 ടേബിൾ സ്പൂൺ മാത്രമാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഈ സമയത്ത് ഞാൻ കുറച്ച് പച്ചച്ചക്ക ഇതുപോലെ അരിഞ്ഞ് വേവിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടില്ല. ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചക്ക വെന്തിട്ട് അധികം വെള്ളം ഒഴിച്ച് വേവിക്കരുത് കേട്ടോ. അപ്പോഴും ചക്ക നമ്മൾ ഇതുപോലെ വേവിക്കും. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് കടുക് വറുക്കാനായി കടുക്, ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് നമ്മൾ മുളകിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്താണ് ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത്. അത് ഒരു 3 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ എല്ലാവരും ഇതുപോലെ ചെയ്യുന്നുണ്ടാകും, പക്ഷേ ഇതിൻ്റെ അവസാനം നമ്മളൊരു ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ. അതുകൂടി ചേർത്താലാണ് നമ്മുടെ ഈ ചക്ക ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. അവസാനം ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇത് നിങ്ങൾ ഇതുവരെ ചേർത്തില്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും 1 പീസ് സവോള പിന്നെ 1 പീസ് മാങ്ങയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അത് എരിവും ഈ പുളിയൊക്കെ അധികം ഇഷ്ടമുള്ളവർക്ക് മുളകും മാങ്ങയുടെ അളവും അധികം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നന്നായി തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് സാധാരണ ദോശയുടെ ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മിക്സി കഴുകിയ ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശമാവ് നല്ലൊരു അയവിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്രയും വെള്ളം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ദോശമാവ് നന്നായി തന്നെ അരയണം കേട്ടോ. നല്ല സ്മൂത്തായി വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ദോശയും ഇതുപോലെ ചുട്ടെടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുന്നതാണ്. ദോശച്ചട്ടിയിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. നല്ല നേരിയ ദോശയായി തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. നല്ല സോഫ്റ്റുമാണ് കേട്ടോ ഈ ദോശ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ദോശയും ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ദോശ നമ്മൾ പൊങ്ങാനോ ഒന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നല്ല സോഫ്റ്റായ ഈ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ദോശയ്ക്ക് വേണ്ടുന്ന ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ചേർത്താണ് ഞാൻ ഇവിടെ അരച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്കിനി കടുക് താളിച്ച് കൊടുക്കണം. ഇതുപോലെ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്കധികം തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ നേരിയ ദോശ ഉണ്ടാകും കുറച്ചധികം തേങ്ങ ചേർക്കേണ്ടതായിട്ടുണ്ട്. പച്ചച്ചക്ക ചേർക്കുന്നതുകൊണ്ട് തന്നെ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ചട്നിക്ക് വേണ്ടി ഞാൻ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇതിലേക്ക് താളിച്ച് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ചേർത്ത് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചക്ക ഉപയോഗിച്ച് ദോശ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.